കുവൈറ്റിൽ ഇന്നലെ നടന്ന അതിദാരുണമായ ഒരു സംഭവം, അത് കുവൈറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഭവമാണ്. 4ാം ലോക കേരള സഭാ സമ്മേളനത്തിന് വേണ്ടി ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയതാണ് ഞാൻ. ഇന്നലെ സംഭവ സ്ഥലത്ത് ഏകദേശം 8:30 എനിക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. ആ സമയത്ത് തന്നെ നമ്മുടെ വളരെയധികം കലാകുവൈറ്റിൻ്റെ പ്രവർത്തകർ സംഭവ സ്ഥലത്തുണ്ടാകുകയും രക്ഷാപ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സംബന്ധിച്ച് എടുത്തു പറയാനുള്ള വസ്തുത. അപ്പോൾ ഇതെന്താണ് പറ്റിയതെന്ന് വെച്ചാൽ, ഒരു ലേബർ ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് അതിരാവിലെ 4:30 തീ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അത് അവിടെ ഉണ്ടായിരുന്ന ചില ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പൊതുവെ വിശദീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ രാവിലെ 4:30 ഈ വളരെ പൊടുന്നനെ ഉണ്ടായ ഈ അപകടത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഏകദേശം 6ഓളം ഫ്ലോറുകളിലൊരു കെട്ടിടത്തിലാണ് അത് സംഭവിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുവൈറ്റ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു. എന്നാലും പെട്ടെന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത, ഈ ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി എന്താണ് പറ്റിയെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകൾ ഉയർന്ന നിലകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന അവസ്ഥയുണ്ടായി. അവരൊക്കെ തന്നെ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 6ഓളം പേര് അങ്ങനെ അവിടെ നിന്ന് ചാടി മരിച്ചു. അപ്പോൾ ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മൊത്തം 48 ആളുകളാണ് ഈ സംഭവമായി മരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടാതെ കുറേ ആളുകൾ, 60ഓളം ആളുകൾ ഹോസ്പിറ്റലുകളിൽ വിവിധ തലങ്ങളിലുണ്ട്. അപ്പോൾ കാഷ്വാലിറ്റി ഉള്ള കുറച്ചാളുകൾ അവിടെ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൂടാതെ കുറേ ആളുകൾ ഫസ്റ്റ് എയ്ഡ് വാങ്ങിക്കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുവന്ന അവസ്ഥയും ഇത് സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ കിട്ടിയ വിവരങ്ങളനുസരിച്ച് 48 ആളുകളാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് ഉള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്, അവരുടെ അഡ്രസ്സും അതുപോലുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളും. അപ്പോൾ വളരെയേറെ അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ എംബസി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായി എംബസി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു വിമാനം പ്രത്യേകമായി ചാർട്ടർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ മൃതദേഹങ്ങൾ ഒന്നാകെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഇത് കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 9 ലക്ഷത്തോളം വിദേശികളാണ്, വിദേശ ഇന്ത്യക്കാരാണ് അവിടെ ജോലിയെടുക്കുന്നത്. അപ്പോൾ വിവിധ തലങ്ങളിൽ ജോലിയെടുക്കുന്ന ആളുകളുണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾ ഡൊമസ്റ്റിക് സെക്ടറിൽ ഗാർഹിക തൊഴിലാളികളായി ജോലി ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ അതിൽ കൂടുതൽ ഇപ്പോൾ ലേബേഴ്സായും അല്ലെങ്കിൽ സൂപ്പർവൈസറി കാറ്റഗറിയെയും ഒരുപാട് വിവിധ എണ്ണ വ്യവസായ മേഖലയിലും അതുപോലെ തന്നെ കമേഴ്ഷ്യൽ സ്ഥാപനങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഇതുപോലെ ഓരോ കമ്പനിയുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളിലാണ് വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പ് എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 250 ആളുകളാണ് ഈ ക്യാമ്പിൽ വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 ലെവലിൽ നിന്നുള്ള ആളുകളുണ്ട്. സൂപ്പർവൈസറി സ്റ്റാഫുകളാണ് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കൂടുതലായി താമസിച്ചു വരുന്നത്. അതുകൂടാതെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന കുറേ ആളുകളും ഇതിൻ്റെ ഭാഗമായി ഈ ക്യാമ്പിൽ വസിച്ചിരുന്നു. അപ്പോൾ ഏകദേശം 250 ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മരണപ്പെട്ടിട്ടുള്ളത് 48ഓളം ആളുകളാണ്. പിന്നെ കുവൈറ്റിലെ ലേബർ ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാമ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഭേദപ്പെട്ട നിലയിൽ ജീവിച്ചിരുന്ന ഒരു ക്യാമ്പാണെന്ന് പറയാം. എന്നാൽ പല വ്യവസായ കേന്ദ്രങ്ങളോടനുബന്ധിച്ച ക്യാമ്പുകളിലും ഒരുപാട് ആളുകൾ ഒരു മുറിയിൽ തന്നെ താമസിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നേരത്തെ അധികാരികളുടെ മുമ്പിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. എങ്കിലും ഇത്തരം ഒരു അവസ്ഥാവിശേഷം മാറേണ്ടതുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഇപ്പോൾ പലതരത്തിലുള്ള ജോലികളുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണിത്. വളരെയേറെ പ്രതീക്ഷകളോടെ ഇവിടെ വന്ന് ജോലി ചെയ്യുകയും കിട്ടുന്ന ശമ്പളം നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവരുടെ കുടുംബം പുലർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഗൾഫ് വാസത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പൊക്കെ ഉണ്ടായിരുന്ന പോലെ അതേ തലത്തിൽ തന്നെയാണ് ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ താമസം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കുവൈറ്റ് പോലുള്ള വളരെ വലിയ ഉഷ്ണ തരംഗം എന്ന് വേണമെങ്കിൽ പറയാം, അത്രത്തോളം 55-56 ഡിഗ്രി വരെ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവരുടെ ജോലി സമയം 2ആയി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്നില്ലെങ്കിൽ മൊത്തം ജോലി സമയം രാത്രി 8 മണിക്കൂർ എന്ന നിലയിൽ മാറ്റുകയും പകൽ സമയം അവർക്ക് വിശ്രമം കൊടുക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജൂൺ മുതൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിരക്ഷകളൊക്കെ ഉണ്ടായിട്ടും ഇതുപോലുള്ള അവർ വസിക്കുന്ന മേഖലയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ വലിയ തോതിൽ ആളുകളെ ബാധിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇത് സംബന്ധിച്ച് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ജോലി സംബന്ധിച്ച അവസ്ഥാവിശേഷങ്ങൾ വിഭിന്ന തലങ്ങളിൽ ഉണ്ട് എന്നുള്ളത്. വളരെ നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ക്യാമ്പുകളുണ്ട്. എന്നാൽ ഈ എണ്ണ വ്യവസായ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാമ്പുകളുമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് എണ്ണ സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വിഷവാതകങ്ങളൊക്കെ തന്നെ ഇവരിലേക്ക് വരുന്ന ഒരവസ്ഥയും ചുരുക്കം ചില ഭാഗങ്ങളിൽ കണ്ടുവരാറുണ്ട്. അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് എക്സ്പാറ്റ് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് വളരെ രൂക്ഷമായ പ്രകൃതി അല്ലെങ്കിൽ അവസ്ഥാവിശേഷങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് വസിച്ചു വരുന്നത് എന്നുള്ളതാണ് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം.